അയ്യപ്പേട്ടാ, പിണറായി 3.0 അതെ, അതിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ അതിൽ ചില വെട്ടിനിരത്തലുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം വീണ്ടും വരണമല്ലോ. അതെ. ഇപ്പോൾ ഭരണം മടുത്തിരിക്കുകയാണ് ജനങ്ങൾ അത്രയും. അതെ. എന്താണ് പിണറായിയുടെ മനസ്സിലുള്ള ആ പ്ലാൻ? അതായത് ഒരിക്കൽ കൂടി CPM അതായത് ഇടതുപക്ഷത്തിന് ഭരണം വരും എന്ന് ഒരു പബ്ലിസിറ്റി ഇവർ തന്നെ കൊടുക്കുന്നുണ്ട്. അതിന് മറിച്ചുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ജനവിരുദ്ധ വികാരം, ഭരണത്തിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം ഉണ്ടായാൽ മാത്രമേ അത് കോൺഗ്രസ്സിന് വോട്ടായി മാറ്റാനും ജയിക്കാനും പറ്റുള്ളൂ. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അതിന് ചില കഠിന പ്രയത്നം കോൺഗ്രസ് ചെയ്യേണ്ടി വരും. അത് അവരുടെ ഭാഗമാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പറയും, അടുത്ത 15 വർഷത്തേക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം മുൻകൂട്ടി കാണുന്ന, അതായത് മുൻകൂട്ടി കണ്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പദ്ധതി എന്ന് പറയുന്ന അടുത്ത 10 മാസത്തിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം പഴി കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ മരുമകനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് അതിനൊരു എന്താ പറയും, ഒരു വലിയൊരു സംഗതി അദ്ദേഹം പദ്ധതി അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതായത് മരുമകനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും. അപ്പോൾ മരുമകൻ വന്ന ശേഷം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള വെറുതെ അല്ല, പാർട്ടിക്കകത്ത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന യുവ നേതാവിനെ കോഴിക്കോട് മുഹമ്മദ് റിയാസ് എന്ന് DYFI SFIയിലൊക്കെ നേതാവായി വന്നോ അന്ന് മുതൽ മുഹമ്മദ് റിയാസിന് കിട്ടിയിരുന്നൊരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പ് ഇതുവരെയും ആ ഹൈപ്പ് തുടർന്ന് പാർട്ടിയിൽ വന്നിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചതിലൂടെ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ പാർട്ടിയിൽ നിൽക്കുന്ന നിരവധി നേതാക്കൾ, രണ്ടാം നിരയിലുള്ള ബാലഗോപാൽ, MP രാജേഷ് തുടങ്ങിയിട്ട് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന പലരുമുണ്ട്. അവർക്കൊക്കെ തന്നെ ഇയാളൊരു ഇതാണ് കാര്യം. M സ്വരാജ് പോലും ഒരു ഘട്ടത്തിൽ പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു. ഇന്നിപ്പോൾ M സ്വരാജ് പോലും ചിത്രത്തിലില്ല. അപ്പോൾ അത്തരത്തിൽ രണ്ടാം നിര നേതാക്കൾക്ക് പ്രശ്നക്കാരനായി നിൽക്കുന്ന മുഹമ്മദ് റിയാസ് അത് പാർട്ടിക്കകത്ത് പറയാതെ പറയുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് റിയാസ് എന്ന് അദ്ദേഹത്തിൻ്റെ മരുമകനായോ അന്നു മുതൽ പാർട്ടിക്കകത്ത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അത് അദ്ദേഹത്തിന് അറിയുകയും തന്നെ. ആ മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അതിലൂടെ അദ്ദേഹം ഇത് മാറ്റം ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള ഒരു ആളല്ല, ഞാൻ അത്തരത്തിൽ മരുമകനെ സംരക്ഷിക്കുന്ന ഒരു ആളല്ല എന്ന് പാർട്ടിയെ ബോധിപ്പിക്കുന്നതിനോടൊപ്പം ഈ പൊതുസമൂഹത്തിനെയും ബോധിപ്പിക്കുക. അങ്ങനെ അദ്ദേഹം മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതോടൊപ്പം വേറെ പല മന്ത്രിമാരെയും മാറ്റും. അങ്ങനെ നടക്കുമോ? അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അദ്ദേഹം അങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. വെറുതെ അങ്ങനെ മാറ്റുക കൂടി മാത്രമല്ല, മകളെ ഭർത്താവാണ്. അതെ, മകളെ ഭർത്താവുമ്പോൾ ഇതുവരെ അദ്ദേഹം ഏതോ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായ സമയത്ത് ചില PWD ഓഫീസുകളിലൊക്കെ ഇരച്ചു കയറി ചാനലുകളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന്, ഇവിടെ ആരും ഇല്ലേ, ഇവിടെ എവിടെ പോയി ആളൊക്കെ, എന്നിട്ട് യൂണിയൻ നേതാക്കളുടെ അടുത്തൊക്കെ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയി, നിങ്ങൾ എവിടെയാണ്, എന്താ എന്നൊക്കെ ചോദിച്ചു. ഒരു മന്ത്രിയും കാണിക്കാത്ത, നമ്മളതൊക്കെ ചില സിനിമകളിലാണ് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ആരംഭശൂരത്വം അദ്ദേഹം കാണിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാം കേന്ദ്രത്തിൻ്റെ പദ്ധതി, 66 ഒക്കെ നമ്മളിവിടെ കാണുന്നില്ലേ, ഈ റോഡ് പണിയൊക്കെ തന്നെ എല്ലാം കേന്ദ്രത്തിൻ്റെ പദ്ധതി. നിതിൻ ഗഡ്കരി എന്ന പ്രഗത്ഭനായ ഒരു കേന്ദ്രമന്ത്രിയുടെ കഴിവാണ്. അതെല്ലാം തൻ്റെ ഇതാണെന്ന് പറഞ്ഞ് തോളിയിട്ടു. പക്ഷെ അത് ഒക്കെ ശരിയാണ്. അതാണ് പറയുന്നത്, അദ്ദേഹത്തിനെ മാത്രമല്ല മാറ്റുന്നത്, മുഖ്യമന്ത്രി ഇരുന്നു കൊണ്ട് ചില ആൾക്കാരെയൊക്കെ അങ്ങ് മാറ്റും, ചില മന്ത്രിമാർ. അത് ആരൊക്കെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല. കാര്യം നമുക്കത് പറയാൻ കഴിയില്ല. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതാണ്. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നമുക്കറിയാം. നമ്മൾ വാച്ച് ചെയ്യുന്നവർ, നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ പിണറായി വിജയൻ എന്ന അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം 15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നുണ്ടെങ്കിൽ 15 കൊല്ലത്തിന് ശേഷം ഈ കാണുന്ന ഇത്രയും വർഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ കണക്കുകൂട്ടലുണ്ടായിരുന്നു. അതായത് ഇതിനിടയ്ക്കൊന്നും പറഞ്ഞോട്ടെ, വിഷയം മാറുന്നില്ല. ഈ പറയുന്ന VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ ഒരിക്കൽ കൂടി വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതിനെ ആരാ പണിത്? അതിനും അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടായിരുന്നു. അതാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കം. അപ്പോൾ അദ്ദേഹം ഇത് മാറ്റുമ്പോൾ അദ്ദേഹം ഈ മാറ്റുന്നത് ഈ പറയുന്ന റിയാസിനെ മാത്രമല്ല, റിയാസിനെ മാത്രം മാറ്റുമ്പോൾ അത് വിഷയം വരും. അങ്ങനെ വരുമ്പോൾ CPMനകത്ത് ചില മന്ത്രിമാരെ കൂടെ അദ്ദേഹം മാറ്റിയിട്ട് ചില പുതിയ മുഖങ്ങളെ കൊണ്ടുവരും. ശേഷമാണ് ഇനി കാര്യമിരിക്കുന്നത്. ഈ ഭരണത്തിലെ മികവിൽ 3.0 എന്ന് പറയുന്നതിൽ
വീണ്ടും അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് തന്നെ അവർ ഇലക്ഷൻ ഇറങ്ങുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത് നമുക്ക് അറിയില്ല. കോൺഗ്രസിൻ്റെ അതൊക്കെ ഇനിയുള്ള കാര്യമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്ലാനാണ് നമ്മളീ പറയുന്നത്. അടുത്ത ഭരണത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരികയും ഒരു 2 വർഷം കഴിയുമ്പോൾ ഇല്ലാത്ത ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ വരുമ്പോൾ മരുമകനെ അദ്ദേഹം മുഖ്യമന്ത്രിയാക്കും. അങ്ങനെയുള്ളൊരു പ്ലാനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ ചില ആസൂത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കഴിവ് കൂടെ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു പറഞ്ഞത്. 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പ്രീതിക്ക് ഒരു കാര്യം അറിയോ, 15 വർഷത്തെ പാർട്ടി സെക്രട്ടറി വെറും പാർട്ടി സെക്രട്ടറി അല്ല, ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ വരെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, കരുനാഗപ്പള്ളിയിൽ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, PR വസന്തനും സൂസൻ കോടിയും കരുനാഗപ്പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിരം ഘടകം കളിക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ വിഷയം ഉണ്ടാക്കിയ 1-2 ബ്രാഞ്ചുകളുണ്ടായിരുന്നു. പിണറായി അവിടെ പറയുന്ന പോലെ അന്ന് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, ആദ്യത്തെ ടൈമിൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വെറുതെ അവിടെ ഒന്ന് ചെന്നപ്പോൾ ചില സൂചനകളൊക്കെ ചിലരൊക്കെ പറഞ്ഞു. പിണറായി ഒന്ന് തലയാട്ടുക മാത്രമാണ് ചെയ്തത്. ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ നടപടി ഉണ്ടായി. അതാണ് പിണറായിയെ നമ്മൾ രാഷ്ട്രീയ വൈരികൾ വരെ സ്തുതിക്കുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. 2.5 വർഷം ശേഷം ഒന്നുകിൽ മുഹമ്മദ് റിയാസ് ഒരു വെറും MLA ആയിരിക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയ ശേഷം റിയാസിന് ഒരു സേഫ് സീറ്റ് കൊടുക്കും, മുഖ്യമന്ത്രി ആക്കും. അപ്പോൾ ഇപ്പോഴുള്ള ഈ കരുനീക്കങ്ങൾക്ക് സേഫ് സീറ്റ് കൊടുക്കുന്നതൊക്കെ അംഗീകരിക്കാം, MLA ആയിരിക്കുന്നത് അംഗീകരിക്കാം. പക്ഷെ പിണറായി വിചാരിച്ച അങ്ങനെ മാറ്റി നിർത്തിയതിന് എന്താണ് കുഴപ്പം? എന്താണ് റിയാസ് കഴിയോ? എന്തോ പിണറായി വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതൊന്നും തന്നെ പിണറായിക്കെതിരെ പാർട്ടിയിൽ അപസ്വരങ്ങളുണ്ട്. ആ അവസരങ്ങളെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് വീണ്ടും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അതാ പറഞ്ഞത്, പിണറായി എന്ന നേതാവിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് തിരിച്ചു ചോദിക്കുമെന്നും എന്ത് തിരിച്ച് പറയണമെന്നും അതാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ വരുന്ന 10 മാസം ഇതിനെല്ലാമുള്ളൊരു മറുപടി അദ്ദേഹം കൊടുക്കുന്നതായി കാണിക്കും. ഇത് നമ്മളീ പറയുന്നത് ചിലപ്പോൾ മറ്റൊരു തരത്തിലേക്ക് ഒക്കെ വ്യാഖ്യാനങ്ങൾ വന്നേക്കാം. ഇതൊക്കെ ചുമ്മാ ഇരുന്നുകൊണ്ട് പറയരുതെന്ന്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ, പത്രപ്രവർത്തകർ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഡിസ്കഷനും അതുപോലെ തലസ്ഥാനത്ത് തന്നെ ആകുമ്പോൾ പല നീക്കങ്ങളും അവർക്ക് അറിയാൻ പറ്റും. പാർട്ടിക്കകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. പാർട്ടിക്കകത്ത് പല സ്പൈകളുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക്, മനസ്സ് വായിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല അദ്ദേഹം എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നത്. അതൊക്കെ തന്നെ ഷെയർ ചെയ്യും. അങ്ങനെയുള്ള ഷെയറിംഗ് ആണ് ഈ പറയുന്നതൊക്കെ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മകളെ ഈ പറയുന്ന പോലെ ഒരു അച്ഛനും ഇല്ലാത്തൊരു സ്നേഹമാണല്ലോ അദ്ദേഹത്തിനുള്ളത്. ഈ കേരളത്തിലെ ജനങ്ങൾ, ഈ പറയുന്ന നമ്മുടെ ആശാവർക്കർമാർ എത്ര ദിവസമായി അവിടെ സമരം കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് നേരമുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ മകളാണെന്നും പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കെ കരുണാകരൻ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. കെ കരുണാകരൻ മക്കൾക്ക് വേണ്ടി ഇറങ്ങി തന്നെയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ വിരോധം ഉണ്ടായത്. കെ മുരളീധരനെ നേതാവാക്കാൻ ഇറങ്ങിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന കാർത്തികേയനും ഷാനവാസും ഈ പറഞ്ഞ എല്ലാ നേതാക്കളും, രമേശും എല്ലാവരും പോയത് അങ്ങനെയല്ലേ? മക്കളെ നന്നാക്കാൻ ഇറങ്ങുന്ന അച്ഛന്മാരുടെ ഗതി അധോഗതിയാ പാർട്ടിക്കകത്തല്ല എവിടെയായാലും. അത് പറയുന്ന പോലെ മക്കൾ വീട്ടിൽ അത്തരത്തിൽ അധോഗതി വന്നിരിക്കുന്ന സമയത്താണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായിയെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. പിണറായി റിയാസിനെ കൊണ്ടുവരുമെന്ന് പറയുന്നത് അതാണ് മുഖ്യമന്ത്രി. അത് അദ്ദേഹം കുഴിക്കുന്ന കുഴി. എന്തെങ്കിലും പാർട്ടി കുഴിച്ചു മൂടാറായല്ലോ. CPM എന്ന് പറയുന്ന പാർട്ടി കുഴിച്ചു മൂടാറാകുമ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് അങ്ങ് കുഴിച്ചു മൂടിയേക്കാന്ന് അദ്ദേഹം തീരുമാനിക്കും. മകളെ ഇത്രയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ SFIO അന്വേഷണം, ഇങ്ങനെ ഒരു പേടിപ്പിക്കൽ, അതിനെയും അദ്ദേഹം ചെന്ന് സോപ്പിട്ട് നിർത്തും. ഇപ്പോൾ ഈ പറയുന്ന പോലെ കോടതി അവധിയാണ്. അവധി കഴിയുമ്പോൾ വീണ്ടും SFIO വരും. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു വിരുന്നാകും. അറസ്റ്റ് ചെയ്തു. അത് ഈ പറയുന്നത് തദ്ദേശ ഇലക്ഷൻ വരെ തത്തിക്കളിക്കും. അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന സംസാര ലോകത്ത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ കളികളൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇത്രയും നാളത്തെ രാഷ്ട്രീയ പരിചയത്തിൽ പിണറായി വിജയനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഏതായാലും മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം 2026 ജയത്തിന് ശേഷം നമുക്ക് അറിയാം. പക്ഷേ ഈ പറയുന്ന 10 മാസത്തിനകം ഒരു മാറ്റം, ഒരു ശസ്ത്രക്രിയ ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകും. അത് പിണറായി നടത്തും. അതിൽ റിയാസിനെ അദ്ദേഹം മാറ്റിയിരിക്കും. ആ കാര്യം ഉറപ്പാണ്.